ചില ആൾക്കാരുടെ ഏതെങ്കിലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും ആപ്ലിക്കേഷനുകൾ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സംതിങ് വെന്റ് റോങ്, ട്രൈ അഗെയിൻ, സെർവർ എറർ ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾ അവിടെ എഴുതി കാണിക്കും. നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കാനോ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനോ സാധിക്കുകയില്ല. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഓണായിട്ട് ഇൻ്റർനെറ്റ് വർക്കാകുകയാണെങ്കിൽ പോലും, അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഫോൺ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പം ഈ സാഹചര്യങ്ങളിൽ ഈ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് യൂട്യൂബിൽ ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സെർച്ച് ചെയ്യുകയാണ്. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ സംതിങ് വെന്റ് റോങ്, ട്രൈ അഗെയിൻ, സെർവർ എറർ ഇങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾ അവിടെ എഴുതി കാണിക്കുകയും നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കാനും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് വളരെ എളുപ്പത്തിൽ 100% പരിഹരിക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെറ്റിംഗ്സിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്സ് എന്ന ഓപ്ഷൻ കാണും. എംഐയുടെ ഫോണിൽ ആപ്സ് എന്നാണ് കാണുന്നത്. മറ്റുള്ള മൊബൈൽ ഫോണിൽ ചിലപ്പോൾ ആപ്പ് ഇൻഫോ, ആപ്പ് മാനേജ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പേജിൽ മാനേജ് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ അല്പം ലോഡിംഗ് ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സിസ്റ്റം ആപ്ലിക്കേഷൻസും മറ്റുള്ള ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിന്റെ ആപ്പ് ഇൻഫോ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന ഭാഗത്ത് ഇവിടെ താഴെ ക്ലിയർ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷന് താഴെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും, ക്ലിയർ ക്യാഷും ക്ലിയർ ഓൾ ഡാറ്റയും. അപ്പോൾ ആ രണ്ട് ഓപ്ഷനിലും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലെ മൊത്തം ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. കാരണം പ്ലേ സ്റ്റോറിൽ ഏതെങ്കിലും ഡാറ്റ ആയിട്ടായിരിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകുക. അടുത്തത് ഇവിടുന്ന് ബാക്ക് വന്നിട്ട് താഴെ റെസ്ട്രിക്റ്റ് ഡാറ്റ യൂസേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇവിടെ നമ്മുടെ മൊബൈൽ ഡാറ്റ സിം 1, 2 കാണാൻ സാധിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റിംഗ്സിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിച്ച് കിട്ടും. ഇനി ഇവിടുന്ന് ബാക്ക് വന്നിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇവിടുന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അവിടെ കാണുന്ന ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് 100% വർക്കിംഗ് ആണ്. പ്ലേ സ്റ്റോറിൽ ഈ ഒരു പ്രശ്നം ഇങ്ങനെ നമുക്ക് പരിഹരിക്കാം. എന്നിട്ട് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കാനും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്ത് ആപ്ലിക്കേഷനുകളും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് യൂട്യൂബിൽ ലഭിക്കാൻ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.